കല്യാണം കഴിഞ്ഞ ചില നക്ഷത്രത്തിലെ സ്ത്രീകൾ പുരുഷന്മാരെ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളാണ്. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ വേറൊരു പുരുഷനെ ഇഷ്ടപ്പെടാനുള്ള കാരണം അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ അവർക്ക് എനർജി കൂടുതലാണ്, അവർക്ക് ഫ്രീഡം വളരെ കൂടുതൽ വേണം. ഡിസിഷൻ എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. അവർ വേറൊരാളുടെ അടുത്ത് ചിലപ്പോൾ അനുവാദം ചോദിച്ചു എന്ന് വരില്ല. അതുപോലെ തന്നെ കൺട്രോൾഡ് ആയാൽ അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ അവർ ദൂരേക്ക് പോവും. മാനസികമായിട്ട് അവർ അടുപ്പമില്ലാണ്ടാവും. അവർ ഓൾറെഡിയേ നല്ല ബോൾഡായിരിക്കും. പോരാത്തതിന് ഉള്ളിൽ ഇമോഷണൽ കെയർ അവർക്ക് നന്നായിട്ട് വേണം. ബോൾഡാണ്, അവൾ അനുസരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭർത്താക്കന്മാർ ചിലപ്പോൾ ഇമോഷണലി സപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് വരില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവരെ ഇഷ്ടപ്പെടുന്ന ഒരാളെ അവർ തേടിപ്പോവും. അതുകൊണ്ട് ഇവർ ചതിക്കാൻ സാധ്യത വരുന്നത് എന്താ വെച്ചാൽ, ഭർത്താവ് ഓവർ കൺട്രോൾ ചെയ്താൽ അവർ മറ്റൊരാളിൽ ഫ്രീഡം എന്തായാലും തേടും. സെക്ഷൽ ആൻഡ് റൊമാൻറ്റിക് ലൈഫ് മോണ്ടോണസ് ആണെങ്കിൽ എക്സൈറ്റ്മെൻറ്റിന് വേണ്ടി പുറത്ത് നോക്കി എന്നും വരാം. അപ്രിസിയേഷൻ കിട്ടാതായാൽ മറ്റൊരാൾ പറഞ്ഞു കൊടുക്കുന്ന ചെറിയൊരു നീ വളരെ സ്പെഷ്യലാണ് എന്ന് കേട്ടാൽ പോലും ഇവർ വഴുതി പോകാനും സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ അശ്വതി നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളെ വിട്ടിട്ട് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെ അത്യാവശ്യം ഫ്രീഡം കൊടുക്കുക എന്ന് വെച്ചിട്ട് ഒരുപാട് ഭരിക്കാൻ നിൽക്കരുത്. നിങ്ങൾ എന്തായാലും അവരെ കൺട്രോൾ ചെയ്യുകയും വേണം. നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിൽ അവളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ ചോദിക്കണം. ഒരു റൊമാൻസ് അലവ് വയ്ക്കുക. അതായത് അശ്വതി നക്ഷത്രത്തിലെ സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ പാഷനായിരിക്കും അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളും കൂട്ടു നിൽക്കുക. പിന്നെ എപ്പോഴും അപ്രിസിയേഷൻ കൊടുക്കുക. ചെറിയ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ പോലും അവരത് സ്ട്രോങ്ങിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ കമ്മ്യൂണിക്കേഷനാണ്. എന്ത് ഡൗട്ട്സ്, ഫ്രസ്ട്രേഷൻ ഇങ്ങനെ ഉണ്ടെങ്കിലൊക്കെ എല്ലാം ഓപ്പണായിട്ട് അവരെ ഷെയർ ചെയ്യുക. അതുപോലെ ട്രസ്റ്റ് ആൻഡ് റെസ്പെക്റ്റ്, സസ്പീഷ്യസ് കാണിക്കാണ്ട് ഒരു മറയും നിങ്ങൾ വെക്കാനും പാടില്ല. നന്നായിട്ട് കെയറും ചെയ്യുക. അടുത്ത് ചതിക്കാൻ സാധ്യതയുള്ള സ്ത്രീ ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രത്തിലെ സ്ത്രീ എന്തായാലും കുറച്ച് ഇമോഷണലാണ്. നല്ല ബ്യൂട്ടി ആയിരിക്കും. പോരാത്തതിൽ അട്രാക്ഷനിലും നല്ല വേഗത കൂടുതലാണ്. ഇവർ ചതിക്കാൻ കാരണം ഇവരുമായിട്ടുള്ള ഫിസിക്കൽ ഇൻറ്റിമസി നിങ്ങൾ കുറച്ചാൽ മറ്റൊരാൾക്കൊപ്പം ഇവർ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. അവരുടെ ഇമോഷൻസ്, അവരുടെ വികാരം പീക്കിൽ എത്തണ വരെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ എന്തായാലും അവർ നിങ്ങളെ ചതിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ മാത്രം സ്വാർത്ഥത അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ അവരെ സംതൃപ്തിപ്പെടുത്തുന്ന ഒരാളുടെ കൂടെ എന്തായാലും പോവും. അപ്പോൾ നിങ്ങൾ എന്തായാലും അവരുടെ അഫെക്ഷൻ, ടച്ച്, കെയർ കുറച്ച് കൂടുതൽ ടൈം ഇതെല്ലാം കണ്ടിന്യൂ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണം. അടുത്ത അവിട്ട നക്ഷത്രത്തിലെ സ്ത്രീകളാണ്. ഇവരുടെ സ്വഭാവം എന്താ വെച്ചാൽ ഇവർ നല്ല ഇൻ്റലിജൻ്റ് ആണ്, ഫ്രീഡം ലവറാണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവരടുത്ത് എന്ത് ചെയ്യുന്നു ഒരു ഐഡിയ ഉണ്ടാവില്ല ഈ സ്ത്രീകൾ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സസ്പീഷ്യസ് കാണിച്ചാൽ, നിങ്ങൾ ഇറിറ്റേഷൻ എപ്പോഴും അവർക്ക് കൊടുത്തും കൊണ്ടിരുന്നാൽ അവരെന്തായാലും നിങ്ങളെ ചതിക്കും. അതുകൊണ്ട് ഇത്രയും സ്ത്രീകളെ നിങ്ങൾ എന്തായാലും ഇറിറ്റേറ്റ് ആക്കരുത്. കുറച്ച് പൂച്ചയുടെ സ്വഭാവമാണ്. പൂച്ചയ്ക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കേണ്ട ഒരവസ്ഥ വരും. എന്നാൽ അവർക്ക് കെയർ വേണമെന്ന് തോന്നുന്ന സമയത്ത് അവർ പറയൂല, നിങ്ങളത് കൊടുക്കുകയും വേണം. പക്ഷെ എന്നാലും അവരൊരു ഹിൻഡ് സിഗ്നലൊക്കെ തരും. ആ സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ കെയർ ചെയ്യുക. എപ്പോഴും ട്രസ്റ്റ് വർത്തിയായിട്ട് ഇരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒരു ഫ്രണ്ട്സിന് ബിഹേവ് ചെയ്യണ പോലെ തന്നെ അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യണം. ഒരു ഭാര്യയുടെ അടുത്ത് ബിഹേവ് ചെയ്യണ പോലെ അടിച്ചമർത്തണ രീതിയിൽ എന്തായാലും ബിഹേവ് ചെയ്യരുത്. അവിടെ ഫെയ്ത്ത്, ട്രസ്റ്റ്, ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അടുത്തത് വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകളാണ്. വിശാഖ നക്ഷത്രത്തിലുള്ള സ്ത്രീകൾ അവരുടെ സ്വഭാവം ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈലി ഇമോഷണലാണ്. അതുപോലെ സ്ട്രോങ് ഡിസയർ ആണ്. അവർ ഒരു കാര്യത്തിലും വലിയ രീതിയിൽ റെസ്റ്റ് എടുക്കില്ല. അവർക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് അവരെന്തായാലും നിങ്ങളുടെ ആഗ്രഹത്തിന് എന്തായാലും നല്ല രീതിയിൽ സപ്പോർട്ടും ചെയ്യും. അവർ നല്ല മാനിപ്പുലേറ്ററുമാണ്. അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും അവർക്ക് നന്നായിട്ട് അറിയാം. ഇങ്ങനെ ഒരു ഭാര്യയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചതിക്കാൻ കൂടുതലും കാരണം നിങ്ങളായിട്ട് അവർക്കൊരു ഇമോഷണൽ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് മാത്രമായിരിക്കും. അവർക്ക് ഫിസിക്കൽ റിലേഷൻഷിപ്പ് 2ാം സ്ഥാനമാണ്. അതുകൊണ്ട് ഈ ഇമോഷണൽ ബോണ്ടിങ് കിട്ടാണ്ടിരുന്നാൽ, അവരുടെ മനസ്സ് നിങ്ങൾ തൊടാണ്ട് ഇരുന്നാൽ എന്തായാലും അവരെ മനസ്സ് തൊടുന്ന ഒരാളുടെ കൂടെ അവർ പോയിരിക്കും. നിങ്ങൾ വിശാഖ നക്ഷത്രത്തിൽ ജനിച്ച ഒരു സ്ത്രീൻ്റെ ഭർത്താവാണെങ്കിൽ
നിങ്ങൾ എന്തായാലും ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കണം. ഷെയർ ചെയ്യാൻ നിങ്ങൾ പരമാവധി അവരുടെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു ടൈം നിങ്ങൾ അവർക്ക് കൊടുത്തിരിക്കണം. അതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. ടൈം അവരുടെ കൂടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യും. അടുത്ത ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളാണ്. ഇവർ നല്ല സ്റ്റൈലിഷ് ആണ്, നല്ല ബോൾഡാണ്, അത്യാവശ്യം പെർഫെക്ഷൻ നോക്കുന്നവരാണ്, സ്റ്റൂബോണും കൂടിയാണ്. ഇവർ നിങ്ങളെ ചതിക്കാൻ സാധ്യത കൂടുതലും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തിയാൽ അവരെന്തായാലും നിങ്ങളെ വിട്ടിട്ട് പോവും. ഒരുപാട് കുറ്റപ്പെടുത്തരുത്. സഹനശീലം കുറച്ച് കൂടുതലുള്ളവരാണ്. പക്ഷെ നിങ്ങൾ വെറുതെ കുറ്റം പറയരുത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് ഒട്ടും പറയരുത്. ക്രിട്ടിസൈസ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ലത് പറയുക, അതിൽ മോശം ഉണ്ടെങ്കിൽ മോശം കാര്യം പേഴ്സണൽ സ്പേസിൽ പറയുക, അല്ലാണ്ട് പബ്ലിക്കായിട്ട് പറയരുത്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ എല്ലാ കാര്യത്തിനും അവരെ സപ്പോർട്ട് മാത്രം ചെയ്താൽ മതി. അതുപോലെ ഓവറായിട്ടും കുറ്റം പറയണത് അവോയ്ഡ് ചെയ്താൽ മതി. അപ്പോൾ ഒരിക്കലും ചിത്തിര നക്ഷത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ നിങ്ങളെ ചതിക്കുകയില്ല. പൂര നക്ഷത്രക്കാരുടെ സ്വഭാവം പൊതുവെ ഇവർ നല്ല സോഷ്യലാണ്. കുറെ ബോയ് ഫ്രണ്ട്സ് ഇവർക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇവർ നല്ല സ്റ്റൈലായിട്ട് നടക്കുള്ളൂ, സ്റ്റൈലിഷുമാണ്, ഗ്ലാമറിന് നല്ല പൈസ ചെലവാക്കുകയും ചെയ്യും. ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ടെങ്കിൽ നിങ്ങൾ പബ്ലിക് അറ്റൻഷൻ മറ്റൊരാൾക്ക് കൊടുത്താൽ ഇവർ കൂടുതൽ നിങ്ങളെ ചതിക്കും. അറ്റൻഷൻ ഇവർക്ക് തന്നെ കൊടുക്കും. കാരണം അവർ ഗ്ലാമർ ആവണം, അവർക്ക് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവർ നന്നായിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ അപ്രിഷിയേറ്റ് ചെയ്യുക, ഔട്ടിങ്ങിനൊക്കെ എപ്പോഴും കൊണ്ടുപോവുക. അതുകൊണ്ട് സോഷ്യൽ റെസ്പെക്റ്റ് അവരെ നൽകുക. എന്നാൽ മൊത്തത്തിൽ അഴിച്ചു വിടാൻ പാടില്ല. ചെറിയ ടോക്സിസിറ്റി കൊണ്ടുവരുന്നതും നല്ലതായിരിക്കും. അതായത് പിന്നെ തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ ഫൺ ലവിങ് ആണ്, ഫ്രീഡം സീക്കറും ആണ്. അതുകൊണ്ട് ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ട് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾ ഓവറായിട്ട് കൺട്രോൾ ചെയ്താലും നിങ്ങൾ ഓവറായിട്ട് ട്രഡീഷണൽ സെറ്റപ്പ് ഇവരെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാലും ഇവരെന്തായാലും നിങ്ങളെ ചതിച്ചിട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും തിരുവാതിര നക്ഷത്രത്തിൽ പെടുന്ന ഒരു സ്ത്രീയെ ഒരു പേഴ്സണൽ സ്പേസ് കൊടുക്കണം. നിങ്ങൾ പേഴ്സണലി ഒരു മോഡേൺ തിങ്കിങ് ആസ്പെക്റ്റ് എന്തായാലും കൊണ്ടുവരണം. നിങ്ങൾ വൈഡായിട്ട് ചിന്തിക്കാനുള്ള ഒരു പഠനം നിങ്ങൾ പേഴ്സണലി നടത്തണം. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിലെ ഒരു സ്ത്രീ നിങ്ങളെ എന്തായാലും ചതിക്കാൻ സാധ്യതയില്ല. പിന്നെ മകീര നക്ഷത്രമാണ്. മകീര നക്ഷത്രം പൊതുവേ ഇൻഡിപെൻഡൻറ്റ് തിങ്കറാണ്. അവർ ഒടുക്കത്തെ ബുദ്ധിയായിരിക്കും ഇവർക്കുണ്ടാവുക. അവർ ക്ലവറാണ്, അവർ നല്ല മാനിപ്പുലേറ്ററുമാണ്. അപ്പോൾ ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ടെങ്കിൽ എന്തായാലും അവരുടെ ഐഡിയാസിനെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇത് നല്ലൊരു ബുദ്ധിയാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടാവില്ല. അത് ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അവരുടെ ഐഡിയാസിനെ റെസ്പെക്റ്റ് ചെയ്യുക, ഡിസിഷനിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുക, അവരുടെ ഒപ്പീനിയനെ വാല്യൂ കൊടുക്കുക. അത് കൂടുതൽ ശരിയാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലപ്പോൾ തെറ്റിപ്പോകാം, പക്ഷേ തെറ്റിപ്പോയാലും ബ്ലെയിം ചെയ്യാൻ പാടില്ല. സാരമില്ല എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാർ പൊതുവെ നല്ല ചാമിങ് ആയിരിക്കും. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരിലെ സ്ത്രീ പൊതുവെ ചാമിങ് ആയിരിക്കും, നല്ല റൊമാൻറ്റിക് ആയിരിക്കും, നല്ല ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കും. ഇവർ നിങ്ങളെ ചതിക്കുന്നുണ്ടെങ്കിൽ, ചതിക്കണമെന്ന് തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇവരെന്തായാലും നിങ്ങൾ ടൂ മച്ച് ജലസി എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. അതുപോലെ സസ്പീഷ്യൻസ് പാർട്ട്നേഴ്സിൻ്റെ നിന്ന് കിട്ടുമ്പോഴും ഇവർ ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഒരു വിശ്വാസം ഇവരുടെ ബിൽഡ് ചെയ്തെടുക്കണം. ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഇവർ കൂടുതലും ചതിക്കില്ല. അതുപോലെ നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ അവരൊരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യാണ്ടിരിക്കുകയാണെങ്കിലും ഇവരെന്തായാലും ചതിക്കില്ല. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാർ പൊതുവേ നല്ല അട്രാക്റ്റീവാണ്, ആർട്ടിസ്റ്റിക്കാണ്. അവർ കറങ്ങാൻ ഭയങ്കര ഇഷ്ടമുള്ളവരുമാണ്. ഇവർ നിങ്ങളെ ചതിക്കാൻ കാരണമുണ്ടെങ്കിൽ നിങ്ങൾ ബോറനായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവില്ല. നിങ്ങൾ പ്രെഡിക്റ്റബിൾ ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവരെ ട്രാവലിന് കൊണ്ടുപോകണം. കോമഡി പറയാനോ അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും. ആണുങ്ങൾ പൊതുവെ ഒരു സ്ത്രീയിൽ മാത്രം സംതൃപ്തി കണ്ടെത്താറില്ല. അവർ മിക്കവരും പരസ്ത്രീ ബന്ധത്തിൽ പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. വഴിവിട്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യും, പ്രവർത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് ക്രൈം കൂടുതലും ആണുങ്ങളാ ചെയ്യുന്നത്. സ്ത്രീകൾ ചെയ്യുന്നില്ല എന്നല്ല, സ്ത്രീകൾ ചെയ്യുമ്പോൾ അത് ഇമോഷണൽ ക്രൈമായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ ഇപ്പോൾ കൂടുതൽ ഇമോഷണൽ ക്രൈമാണ് കാണുന്നത്. അപ്പോൾ ആണുങ്ങൾ വഴിവിട്ട ബന്ധത്തിൽ പോവാൻ മനഃശാസ്ത്രപരമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ട് ഏതൊക്കെ നക്ഷത്രക്കാർ പോകുന്നുള്ളത് ഞാൻ പറയാം. ഒന്ന്, ആത്മസന്തോഷം കുറയലാണ്. പങ്കാളിയോട് ആദരവും ആകർഷണവും കുറയുമ്പോൾ പുതിയ പരിചയങ്ങൾ എന്തായാലും അവരുടെ മനസ്സ് വഴിതെറ്റി പോവാറുണ്ട്. അതും കൊണ്ടാണ്
രണ്ടാമത്തെ കാരണം ഭാവന ബന്ധം ദുർബലമാക്കുക. അതായത് സ്നേഹത്തിലല്ലാത്ത ദിവസേനയുള്ള സംഭാഷണം, പരിഗണന എന്നിവ ഇല്ലാതായാൽ മറ്റൊരാളിൽ താല്പര്യം ഇവർക്ക് സ്വാഭാവികമായിട്ടും തോന്നാറുണ്ട്. അടുത്ത പ്രലോഭനമാണ്. സോഷ്യൽ മീഡിയയിൽ, ജോലി സ്ഥലങ്ങളിൽ എന്നിവയിലൂടെ മറ്റുള്ളവരുമായി അടുത്ത ബന്ധം ഉണ്ടാകുമ്പോൾ എന്തായാലും ഇവർക്ക് ആകർഷണം നല്ല രീതിയിൽ തന്നെ വളരാറുണ്ട്. പിന്നെ പ്രതികാര മനോഭാവമാണ്. പങ്കാളി അവഗണിച്ചോ വേദനിച്ചോ എന്ന് തോന്നിയാൽ താൻ വിലപ്പെട്ടവനാണ് എന്ന് തെളിയിക്കാൻ തെറ്റായ വഴി സ്വീകരിക്കാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ സഹജമായ ഉത്സുകതയും ആത്മവിശ്വാസക്കുറവും. ചിലർക്ക് തന്നെ ആർക്കെങ്കിലും താല്പര്യം കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. അത് സ്വഭാവ ദോഷമല്ല, പക്ഷെ നിയന്ത്രണം നല്ല രീതിയിൽ വേണം. വഴിവിട്ട ബന്ധത്തിൽ പോണ ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാണ്. ഒരു തീ പിടിച്ച സ്വഭാവമാണ് ഇവർക്ക്. പിന്നെ വേഗത്തിൽ പ്രണയത്തിലാകുകയും ചെയ്യും. കാരണം ചന്ദ്രൻ കേതു ബന്ധം മൂലം വികാരധീനത കൂടുതലായിട്ട് ഇവർക്ക് എന്തായാലും കാണാം. അടുത്ത കാർത്തിക നക്ഷത്രമാണ്. ഇവരുടെ സ്വഭാവം സുന്ദരമായ ചിന്തകളും ആഗ്രഹങ്ങളും നല്ല രീതിയിലുള്ളവരാണ്. കാരണം അഗ്നി തത്വം കൂടുതലായതിനാൽ ആവേശവും ഇവർക്ക് നല്ല കൂടുതലാണ്. അടുത്ത രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രത്തിന് ശുക്രഗ്രഹത്തിന്റെ പ്രബല സ്വാധീനം നന്നായിട്ടുണ്ട്. അതിനാൽ ആകർഷണതയും പ്രണയത്തോടുള്ള താല്പര്യവും നല്ല കൂടുതലായിരിക്കും. കാരണം രൂപസൗന്ദര്യം ശ്രദ്ധ തേടുന്ന സ്വഭാവം. അടുത്ത മകയിര നക്ഷത്രം. സ്വഭാവം മാനസികമായി സ്വതന്ത്ര പ്രിയരാണ്. കാരണം ബന്ധത്തിൽ അടിമത്തം തോന്നുമ്പോൾ മറ്റെവിടെയെങ്കിലും ആശ്വാസം തേടാൻ സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത പൂയ നക്ഷത്രം. പൂയ നക്ഷത്രക്കാരുടെ സ്വഭാവം സ്നേഹത്തിൽ അതിശയോക്തി, പക്ഷെ വികാര നിയന്ത്രണം കുറവായിട്ട് കാണാൻ പറ്റും. കാരണം ഗുരുവിൻ്റെ സ്വാധീനം മൂലം ആത്മാർത്ഥമായ പ്രണയം, പക്ഷെ അതിരുകൾ മറികടക്കുന്ന സ്വഭാവവും. അടുത്ത ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രക്കാരുടെ സ്വഭാവം രഹസ്യവതിയും ആകർഷണീയതയുമാണ്. കാരണം ശുക്രൻ പ്രബലമായതിനാൽ ഭൗതിക ആനന്ദം പ്രധാനമായിരിക്കും ഇവർക്ക് എന്തായാലും. പിന്നെ വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രത്തിലുള്ളവരുടെ സ്വഭാവം ഒരു ഇരട്ട സ്വഭാവമാണ്. ഭൗതിക ഗ്രഹങ്ങൾ നല്ല രീതിയിൽ ശക്തിയുണ്ട്. കാരണം ശുക്രൻ്റെയും കുജന്റെയും ബന്ധം മൂലം ഇഷ്ടങ്ങളിൽ അതിശയോക്തി വളരെ കൂടുതലാണ്. അനിഴം നക്ഷത്രം. അനിഴ നക്ഷത്രക്കാരുടെ സ്വഭാവം ഭാവനാപരമായി ഗാഢം, എന്നാൽ വിശ്വാസം ലഭിക്കാതെ പോയാൽ അകന്നു പോകുന്നവരായിരിക്കും. കാരണം ചന്ദ്രന്റെ വികാര സ്വാധീനം കൂടുതലായിരിക്കും. അടുത്ത അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രം രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ പുതിയ കാര്യങ്ങളോടും ബന്ധങ്ങളോടും നല്ല കൗതുകം കൂടുതലാണ്. അതായത് കൗതുകം കൂടുതലുള്ളവരായിരിക്കും ഇവര്. കാരണം പുതുമയും ഭൗതികതയും. അതുകൊണ്ടുള്ള ബന്ധത്തിൽ സ്ഥിരതയില്ലെങ്കിൽ ബന്ധത്തിൽ തളർച്ച എന്തായാലും അനുഭവിക്കും. അടുത്ത രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരുടെ സ്വഭാവം സ്വപ്നങ്ങളിലും വികാരങ്ങളിലും മുഴുകിയിരിക്കുന്നവരാണ്. കാരണം ചന്ദ്രന്റെയും ബുധന്റെയും സ്വാധീനമാണ്. അതുകൊണ്ട് ഇവരുടെയുള്ള ബന്ധത്തിൽ മാനസിക ബന്ധം നഷ്ടമായാൽ മറ്റെവിടെയെങ്കിലും ആശ്വാസം തേടും ഇവർ.